സ്കൂൾ കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ ലൈൻസൊക്കെ ഉച്ചത്തിൽ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ശീലമൊക്കെ നമ്മൾ എന്നോ നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വാക്കുകൾ അതുപോലെ തന്നെ സെൻറ്റൻസുകളൊക്കെ വളരെ ക്ലിയറായി പറയാൻ നമ്മുടെ ഈ ഉച്ചത്തിൽ വായിക്കുന്ന ശീലം നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഉച്ചത്തിലുള്ള വായന എങ്ങനെയൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ആക്കുക എന്നുള്ളത് പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്ന വാക്കുകൾ സെൻറ്റൻസുകളൊക്കെ പ്രോപ്പറായിട്ട് തുടങ്ങാനും എൻഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പലർക്കുള്ളൊരു പരാതി, ഞാൻ പറയുന്ന ചില വാക്കുകൾ ക്ലിയർ ആവുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം തന്നെ നമ്മുടെ ഈ ഉച്ചത്തിലുള്ള വായനാശീലത്തിലൂടെ കുറേ അധികം മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയട്ടെ, നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന എന്ന് പറയുന്ന സംഭവം കൂടുതലാണ്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഉച്ചത്തിലുള്ള വായനാശീലം നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരും അല്ലേ? ഈ ഉയരുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമ്മളിങ്ങനെ മെല്ലെ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നതാണോ അതോ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? സോ പണ്ട് 10ാം ക്ലാസ്സിൽ നിർത്തിയിട്ടുള്ള ആ ശീലം ഉണ്ടെങ്കിൽ അത് ഒന്ന് പൊടി തട്ടി എടുത്തോളൂ. നമ്മുടെ കോൺഫിഡൻസിനെ എൻഹാൻസ് ചെയ്യാൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ ഈ ഉച്ചത്തിലുള്ള വായന വളരെയധികം ഹെൽപ്പ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ഫോളോ.